Hello all, welcome to a new video. In this video we are going to discuss in detail about use of computers in field of pharmacy. Nowadays computers are used in all fields like banking, railways, hospitals, scientific research, etc. So like other fields, pharmacy field is also utilizing the efficiency of computer. Okay, so we know we already studied the advantages of using computers. Okay, if we are using computers in our field, we can reduce time, expenditure and manpower required for doing a particular work. അങ്ങനെ നമുക്ക് കമ്പ്യൂട്ടർ യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മളെ വർക്കിൻ്റെ എഫിഷ്യൻസിയും അതുപോലെ ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ എക്സ്പെൻഡിച്ചർ, മാൻ പവർ ഇതൊക്കെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതോടെ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഫാർമസി ഫീൽഡിലും കമ്പ്യൂട്ടർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഫാർമസി ഫീൽഡിൽ നമ്മൾ ഡ്രഗ് ഡിസൈൻ ടെക്നിക്സിനും റീറ്റെയിൽ ഫാർമസി ഷോപ്സ്, അതുപോലെ ക്ലിനിക്കൽ റിസർച്ച് സെൻറ്റേഴ്സ്, ഡ്രഗ് സ്റ്റോറേജ് ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്, ഹോസ്പിറ്റൽ ആൻഡ് ക്ലിനിക്കൽ ഫാർമസി, ദെൻ ഇൻ ഫാർമസി കോളേജസ്, ഇവിടെ ഇങ്ങനെ എല്ലാ ഫാർമസിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഫീൽഡുകളിലും നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് റെഡ്യൂസസ് ദ ടൈം, എക്സ്പെൻഡിച്ചർ ആൻഡ് മാൻ പവർ റിക്വയർഡ് ഫോർ എ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ടാസ്ക്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രഗ് ഇൻഫർമേഷൻ കീപ്പ് ചെയ്യാൻ, അതുപോലെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇവാലുവേഷൻ, അനാലിസിസ്, മെഡിക്കേഷൻ ഹിസ്റ്ററി ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ്, ഇതിനൊക്കെ വേണ്ടി നമ്മൾ കമ്പ്യൂട്ടർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് യൂസ് ഓഫ് ഇൻ്റർനെറ്റ് ഇൻ ഫാർമസി. Internet is a collection of huge data, and this data is available for us in just one click. Internet is useful tool in literature survey. There are number of websites which are related to pharmacy field. Okay, അപ്പോൾ ഇൻ്റർനെറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇൻ്റർനെറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ. നമുക്ക് എന്തിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിലും വി ക്യാൻ ഗോ ടു വെബ് ബ്രൗസർ ആൻഡ് സെർച്ച് ഫോർ ദാറ്റ് പർട്ടിക്കുലർ തിങ്. ഓക്കെ, നമുക്ക് എന്തിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്താൽ ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആവും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഫാർമസി ഫീൽഡിലും ഉപകാരപ്പെടുത്തുന്നുണ്ട്. സോ nowadays so many websites are available which helps a pharmacist. ഓക്കെ, ഈ വെബ്സൈറ്റ് അതുപോലെ തന്നെ നമുക്ക് ഫാർമസി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ്, അതുപോലെ ജേർണൽസ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വെബ്സൈറ്റുകളിലൂടെ അവൈലബിൾ ആണ്. അങ്ങനെ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഫാർമസി ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 1-2 സൈറ്റുകൾ നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് വൺ ഈസ് www.pharma.org. ഈ ഒരു വെബ്സൈറ്റ് അമേരിക്കൻ ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച് കമ്പനീസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ആൻഡ് വിച്ച് പ്രൊവൈഡ്സ് ഡീറ്റെയിൽസ് ഓഫ് ഡ്രഗ് ഡെവലപ്മെൻറ്റ്, ഇൻഡസ്ട്രി ന്യൂസ് ആൻഡ് ഹെൽത്ത് ഗൈഡ്സ്. ഓക്കെ, ഇത് ഒരു ഓർഗനൈസേഷൻ റെപ്രസെൻറ്റിംഗ് അമേരിക്കൻ ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച് കമ്പനീസ്. www.healthcareforums.com. ഈ ഒരു വെബ്സൈറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സൈറ്റാണ്. ഈ സൈറ്റിൽ അവർ പ്രത്യേക ടോപ്പിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ, സ്പെഷ്യൽ കേസസ്, റിസർച്ചസ് ആൻഡ് റെലവൻറ്റ് ഇഷ്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഫോറമാണ് healthcareforums.com. നെക്സ്റ്റ് ഈസ് www.astra.com. astra.com എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് അസ്ട്ര ഫാർമസ്യൂട്ടിക്കൽസ്. അസ്ട്ര ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് www.astra.com എന്ന് പറയുന്നത്. അത് ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽസ് റെസ്പിറേറ്ററി ട്രാക്ട് പ്രോബ്ലംസ്, അതുപോലെ കാർഡിയോവാസ്കുലർ ആൻഡ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസീസ്, ഇതിനൊക്കെ എതിരെയുള്ള മെഡിസിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽസ് ആണ് astra.com അസ്ട്ര ഫാർമസ്യൂട്ടിക്കൽസ്. അപ്പോൾ ആ ഒരു
ഇങ്ങനെ ഈ ഒരു ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതൊക്കെ മെഡിസിൻസ് യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സൈറ്റിൽ അവൈലബിൾ ആകും. നെക്സ്റ്റ് ഇസ് www.biogen.com. ഈ ഒരു ബയോജൻ എന്ന് പറയുന്ന കമ്പനി www.biogen.com ഈ ഒരു കമ്പനി mainly focuses on developing genetically engineered human pharmaceuticals. Okay, www.gene.com ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ജനറ്റിക് ഡിസോർഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെൻറ്റും ആൻഡ് ദ മെഡിസിൻസ് ഫോർ ദാറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വെബ്സൈറ്റാണ് www.gene.com എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് www.genzyme.com and companies that specializes in biotechnology and healthcare products. അങ്ങനെ കുറേ അധികം വെബ്സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വെബ്സൈറ്റുകൾ നിങ്ങളുടെ ഫാർമസിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾക്ക് വളരെ അധികം ഉപകാരത്തിൽ വരുന്ന വെബ്സൈറ്റുകൾ കുറച്ചെണ്ണമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇസ് യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ റീറ്റെയിൽ ഫാർമസി ഷോപ്സ്. റീറ്റെയിൽ ഫാർമസി ഷോപ്സിൽ എങ്ങനെ നമുക്ക് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാം എന്നുള്ളത്. അപ്പം റീറ്റെയിൽ ഫാർമസി ഷോപ്പുകളിലൊക്കെ നമ്മൾ കമ്പ്യൂട്ടേഴ്സ് യൂട്ടിലൈസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. Okay, computers can be effectively used for purchasing and inventory control in retail pharmacy shops. Whenever an item is added to the stock or removed from the stock, immediately position of the stock can be updated by computers. അപ്പോൾ നമുക്ക് ഒരു റീറ്റെയിൽ ഫാർമസി ഷോപ്പിൽ കമ്പ്യൂട്ടേഴ്സ് ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആ പർച്ചേസിങ് ആൻഡ് ഇൻവെൻറ്ററി കൺട്രോൾ അത് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് ചെയ്യാൻ ഇങ്ങനെ കമ്പ്യൂട്ടേഴ്സിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ സോഫ്റ്റ്വെയർസും റീറ്റെയിൽ ഫാർമസി ഷോപ്പുകളിൽ കമ്പ്യൂട്ടറൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ സോഫ്റ്റ്വെയറുകളാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറുകൾ നമ്മളെ പല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് പർച്ചേസിങ് ആൻഡ് ഇൻവെൻറ്ററി കൺട്രോൾ. ഇപ്പോൾ ഒരു ഐറ്റം നമ്മുടെ കടയിലേക്ക് വാങ്ങുകയാണെങ്കിൽ ആ ഐറ്റം നമ്മുടെ സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്യും. അതുപോലെ ഒരു ഐറ്റം, അതായത് ഐറ്റം സ്റ്റോക്ക് ഇല്ലെങ്കിൽ ആ ഐറ്റം റിമൂവ് ചെയ്യുക. അതുപോലെ ആ ഐറ്റം ഇപ്പോൾ സ്റ്റോക്ക് ഇല്ലാത്ത ഐറ്റംസിനെ കുറിച്ച് നമുക്കൊരു ലിസ്റ്റ് അവൈലബിൾ ആക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആനുവൽ ഓഡിറ്റിംഗ്. ഓക്കെ, ആനുവൽ ഓഡിറ്റിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ. ഈ ഒരു സോഫ്റ്റ്വെയറിൽ തന്നെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കും. ചില സോഫ്റ്റ്വെയറിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ബില്ലിംഗ് പ്രോസസ്സ് ക്യാൻ ബി കമ്പ്യൂട്ടറൈസ്ഡ്. അങ്ങനെ ഒരു റീറ്റെയിൽ ഫാർമസി ഷോപ്പിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ ആ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ പറ്റും. അതിനെ കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നതിന് കുറേ സോഫ്റ്റ്വെയർ നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെ സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ടൈം സേവ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ദാറ്റ് വി ക്യാൻ റെഡ്യൂസ് ടൈം എക്സ്പെൻഡിച്ചർ ആൻഡ് ഓൾസോ മാൻ പവർ. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സോഫ്റ്റ്വെയർസ് ആണ് ദവാപ്ലസ്, ഫാർമാസോഫ്റ്റ്, മെഡിവിഷൻ എക്സെട്ര. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആയിരിക്കും ഇൻ റീറ്റെയിൽ ഫാർമസി ഷോപ്പ്. The next topic, drug information storage and retrieval. The drug information about pharmacological actions, adverse effects, toxicity, drug interactions, etc. is necessary for pharmacists, and this search has been simplified by the use of computers. ഒരു ഡ്രഗ് ഇൻഫർമേഷൻ സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ എന്ന് പറയുന്നത് ഒരു ഡ്രഗിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ which consist of pharmacological actions, then adverse effects, toxicity, drug interaction. ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഡ്രഗ് ഇൻഫർമേഷൻ ഡേറ്റാബേസ് അതിൽ നിന്ന് അവൈലബിൾ ആവും. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഡ്രഗിനെ കുറിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാൻ സാധിക്കും. For retrieval of medical information, international data banks are available. Examples include Accepta Medical, Medlast, Bitnet, Biosys, AMA/net. ഇങ്ങനെ ഒരുപാട്
ഇൻ്റർനാഷണൽ ഡാറ്റാ ബാങ്ക്സ് അവൈലബിൾ ആണ്. ഈ ഡാറ്റാ ബാങ്ക്സിൽ ഉണ്ടായിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു ഡ്രഗിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും ഇങ്ങനെ ഡാറ്റാബേസുകളിൽ അവൈലബിൾ ആയിട്ടുള്ളത്. Coming to hospital and clinical pharmacy. Maintenance of patient census list and patient billing. Computers are used in hospitals to maintain patient record database which is continually updated to reflect current status of all patients. ഇതിൽ ഹോസ്പിറ്റൽ ആൻഡ് ക്ലിനിക്കൽ ഫാർമസിയിൽ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ടും പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പേഷ്യൻ്റ് ബില്ലിംഗ്, ഇതിനൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ ഫാർമസിയാണ്. ഓക്കെ, ദെൻ നമുക്കൊരു പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും വി ഹാവ് ടു സ്റ്റോർ ഇൻ എ ഡേറ്റാബേസ്. ഓക്കെ, the information stored include name, age, sex, weight, height, allergies, physician, present diagnosis, other disease, drugs prescribed and special notes. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു പേഷ്യൻറ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അയാൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത് രജിസ്ട്രേഷൻ ടൈമിൽ നമുക്ക് നെയിം, ഏജ്, സെക്സ്, വെയ്റ്റ്, ഹൈറ്റ് അങ്ങനത്തെ കോമൺ കാര്യങ്ങളെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ആ ഒരു വ്യക്തി ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡയഗ്നോസിസ് ഡീറ്റെയിൽസും പ്രസൻറ്റ് ഡിസീസ്, അതുപോലെ ഡ്രഗ്സിനെ പറ്റി കറൻ്റ്ലി എന്തെങ്കിലും ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അലർജീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു കൺസൾട്ടിങ് ടൈമിൽ ഡോക്ടർ ആ ഒരു ഡാറ്റാബേസിലേക്ക് പേഷ്യൻ്റ് ഡാറ്റാബേസിലേക്ക് എൻ്റർ ചെയ്യും. ഇതിപ്പോൾ ഓരോ ഹോസ്പിറ്റലും അവരുടേതായ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആ ഡാറ്റാബേസിലേക്ക് ഒരു പേഷ്യൻറ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യും. അഗെയിൻ ഡ്യൂറിങ് ഹിസ് നെക്സ്റ്റ് വിസിറ്റ് ഓൾ ദി ഡേറ്റ വി ക്യാൻ റിട്രീവ് ഫ്രം ദി ഡേറ്റാബേസ്. Then preparation of letters and labels. For drug store maintenance, purchase and inventory control in hospital pharmacy, computers are very useful. നമ്മളിപ്പോൾ നേരത്തെ റീറ്റെയിൽ ഫാർമസിയിൽ കമ്പ്യൂട്ടേഴ്സ് ഇൻവെൻട്രി കൺട്രോളിനും അതുപോലെ പർച്ചേസ് അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹോസ്പിറ്റൽ ഫാർമസിയിലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Okay, then computer programs are used to calculate drug dosage schedules to suit the individual patient. ഒരു പേഷ്യൻറ്റിന് ഏത് ഡോസിലുള്ള, അതായത് അയാളുടെ പ്രസൻറ്റ് ഹെൽത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം എത്ര ഡോസ് ഡ്രഗാണ് അയാൾക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിലൂടെ ഡിറ്റർമിൻ ചെയ്യാവുന്നതാണ്. Apart from this, drug interactions may be screened using programs like MEDI4, that is monitoring and evaluation drug interaction by pharmacy oriented reporting, and PADIS, pharmacy automated drug interaction screening. അങ്ങനെ ഒരുപാട് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ആൻഡ് ദിസ് വിൽ ഹെൽപ്പ് യു ഇൻ യുവർ ഫീൽഡ്. ഓക്കെ, ഈ ഒരു സെഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു ഓൾ.